കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ ലംഘനത്തിനെതിരായ നടപടികൾ 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. നേരത്തെ കിഫ്ബിക്ക് നൽകിയ ഇടക്കാല ഉത്തരവാണ് മുഖ്യമന്ത്രിയുടെ ഹർജിയിലും ഹൈക്കോടതി അനുവദിച്ചത്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്റ്റേ? മധു, മുഖ്യമന്ത്രിയുടെ ഹർജിയിൽ ഇന്ന് വലിയ വാദങ്ങളൊന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രിക്കും ഈ ഫെമ ലംഘന കേസിൽ സ്റ്റേ കിട്ടിയിരിക്കുകയാണ്. നേരത്തെ കിഫ്ബിക്ക് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തുടർ നടപടികൾ എല്ലാം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഇടക്കാല ആശ്വാസം നൽകിയിരുന്നു. അതേ ഉത്തരവ് തന്നെയാണ് മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും KM എബ്രഹാമിനും ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അല്പം മുമ്പാണ് ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചിൽ ഈ ഹർജി എത്തിയത്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി അറിയിച്ചത് നേരത്തെ ഈ സ്റ്റേ അനുവദിച്ചുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. നാളെ ആ അപ്പീൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റേ അനുവദിക്കരുത് എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. കാരണം അവരുടെ ഡിവിഷൻ ബെഞ്ചിലെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും മുന്നോട്ട് പോകുക. അപ്പോൾ ആ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്ക് കാത്തിരിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു, ഈ കേസിലും ഞങ്ങൾക്ക് കിഫ്ബിക്ക് നൽകിയ അതേ ഉത്തരവ് നൽകണമെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഞങ്ങൾക്കും ആ വാദം ഉന്നയിക്കാൻ കഴിയും. അതുകൊണ്ട് കിഫ്ബിക്ക് നൽകിയ അതേ ഉത്തരവ് ഞങ്ങൾക്ക് നൽകണം എന്നൊരു ആവശ്യം അവിടെ ഉന്നയിച്ചു. അങ്ങനെയാണ് 3 മാസത്തെ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. മസാല ബോണ്ടിൽ ഫെമ ലംഘനം കണ്ടെത്തി എന്നതാണ് EDയുടെ റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കിഫ്ബിക്കും മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി CEOയായ KM എബ്രഹാമിനും ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ആ കാരണം കാണിക്കൽ നോട്ടീസിനും ED റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾക്കുമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇനി നാളെ എന്ത് സംഭവിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. നാളെ ഡിവിഷൻ ബെഞ്ച് ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്താൽ അത് EDയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ട് മാറും. അല്ലാത്ത പക്ഷം ഈ കേസിൽ എന്തായാലും ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും ഹൈക്കോടതിയിൽ ഇനി വിശദമായ വാദം നടക്കുക. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ ലംഘനത്തിനെതിരായ നടപടികൾ 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ് കോടതി.